نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, സർവശക്തനായ പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്നോർത്തുകയാണ്. നശ്വരമായ ഈ ജീവിതത്തിലെ ഓരോ വാക്കുകൾക്കും നോക്കുകൾക്കും ചിന്തകൾക്ക് പോലും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ കൃത്യമായ വിചാരണയെ നേരിടേണ്ടി വരുമെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്വാധീനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ നേതാക്കൾക്കോ അനുയായികൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ ഒന്നും പടച്ച റബ്ബിന്റെ കോടതിയിൽ നമ്മെ സഹായിക്കുവാനോ സംരക്ഷിക്കുവാനോ സാധിക്കുകയില്ല എന്ന തിരിച്ചറിവോടുകൂടി അവനവന്റെ പരലോകരക്ഷയ്ക്കാവശ്യമായ സൽക്കർമ്മങ്ങൾ അവനവൻ തന്നെ ഏത് സമയത്തും വന്നെത്തിയേക്കാവുന്ന മരണത്തിനു മുമ്പേ ചെയ്തു വെക്കണമെന്നും അള്ളാഹുവിന്റെ ശിക്ഷ ഭീകരമാണ് എന്നതിനാലും ഏറ്റവും ചെറിയ ശിക്ഷ പോലും അസഹ്യമായതിനാലും ശിക്ഷയ്ക്ക് വിധേയമാകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും പരിപൂർണമായി വിട്ടുനിൽക്കണമെന്നും സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖികളാവാൻ സർവശക്തൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടിയതിനെ, പറയുന്നതിനെ, കേൾക്കുന്നതിന്റെ ഇതിന്റെ പിന്നിലുള്ള മുഴുവൻ അധ്വാനങ്ങളെയും പരലോകത്ത് ഉപകരിക്കുന്ന സൽക്കർമ്മമായി നാഥൻ സ്വീകരിക്കുമാറാവട്ടെ. മനസ്സമാധാനത്തെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. അതും പ്രവാസ ലോകത്തിന്റെ മുമ്പിലെത്തി മനസ്സിന്റെ എല്ലാ സമാധാനവും നഷ്ടപ്പെട്ട പ്രവാസികളോട് എങ്ങനെയാണ് മനസ്സമാധാനത്തെ കുറിച്ച് സംസാരിക്കുക എന്നത് ഇത്തിരി പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവിടെ വന്ന് എത്ര മലയാളികളെ കണ്ടിട്ടുണ്ടോ, ആ മലയാളികളൊക്കെ പറഞ്ഞത് അവരുടെ മനസ്സിന്റെ വിഷമത്തെ കുറിച്ച് തന്നെയാണ്. ഒരു കാലത്ത് ഗൾഫുകാരന് എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അവന്റെ മുഖത്ത് എപ്പോഴും ഒരു സന്തോഷത്തിന്റെ ചിരി ഉണ്ടാവും. ഇന്ന് ആ ചിരിയൊക്കെ പതുക്കെ മാഞ്ഞ ഒരവസ്ഥയിലാണ് നമ്മുടെ പ്രവാസ ലോകം. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാത്ത, എപ്പോഴും എന്തും സംഭവിച്ചേക്കാവുന്ന ഒരവസ്ഥയിലാണ് നിങ്ങൾ മാത്രമല്ല ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള ആളുകളും. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുരന്തങ്ങളും ഇല്ലാത്ത ഒരു ജനവിഭാഗവും ലോകത്ത് എവിടെയും പാർക്കുന്നില്ല. പണം കൊടുത്ത് ജീവിതത്തിന്റെ എല്ലാ ആസ്വാദനങ്ങളും നൽകിയിരുന്ന നിശാ ക്ലബുകളിൽ വരെ ആളുകൾക്ക് പോകാൻ പേടിയാണ്. എപ്പോഴാണ് ഒരു പൊട്ടിത്തെറി ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. ആഡംബരപൂർണമായ കൊട്ടാര സമാനമായ ഹോട്ടലുകളിൽ പാർക്കുന്നവന് പേടിയാണ്. എപ്പോഴാണ് പൊട്ടിത്തെറിക്കുക എന്ന് പറയാൻ പറ്റില്ല.
വിമാനത്താവളങ്ങളിലും സൂപ്പർ മാർക്കറ്റുകളിലും ആശുപത്രികളിലും പാഠശാലകളിലും ഒക്കെ മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളെ കുറിച്ച് ഓർത്ത് നമ്മൾ വല്ലാതെ നൊമ്പരപ്പെടണ്ട. ലോകത്തെ എല്ലാ മനുഷ്യന്മാരും പ്രയാസത്തിലാണ് ജീവിക്കുന്നത് എന്ന് അറിയുമ്പോൾ അത് നമ്മുടെ പ്രയാസത്തെ ഇത്തിരി ലഘൂകരിക്കും. സ്കൂളിൽ നേരം വഴി വന്നപ്പോ മാഷ് വിളിച്ച് നല്ല 2 അടി കയ്യിൽ, പണ്ടത്തെ മാഷ് കഴിക്കാനൊക്കെ പേടിയാണ്. ഇപ്പൊ കുട്ടിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി പേടിപ്പിച്ചാൽ തന്നെ കുട്ടി പുറത്തിറങ്ങി പറയാൻ പീഡിപ്പിച്ചു എന്ന് പറയാം. പിന്നെ ആ മാഷ് ജയിലിലാണ് കാലാകാലം. പണ്ട് ഒരു മാഷ് 2 അടി വന്നപ്പോ നമുക്കൊരു ബേജാറ് ഇടങ്ങേറ് തോന്നി. അപ്പൊ ഇടങ്ങേറ് തോന്നുമ്പോ മാഷ് പറയണം, നിനക്ക് മാത്രമല്ല ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും അടി കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ അടിയൊന്നും പ്രശ്നമുണ്ടല്ലോ, നമുക്ക് കുഴപ്പമില്ല, എല്ലാവർക്കും കിട്ടിയിട്ടില്ല. ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും കഷ്ടപ്പാടിലും ദുരിതത്തിലുമാണ് ജീവിക്കുന്നത്. അപ്പൊ നമ്മുടെ കഷ്ടപ്പാടിനും നമ്മുടെ പ്രയാസങ്ങൾക്കും നമ്മുടെ പ്രത്യേകമായ ഒരു പ്രത്യേകതയൊന്നും പ്രാധാന്യമൊന്നും ഇല്ല എന്നർത്ഥം. എപ്പോഴും എന്തും സംഭവിക്കാവുന്ന ഒരു ലോകത്താണ് നമ്മൾ. ആധുനികതയുടെ സുഖസൗകര്യങ്ങളുടെ മടിത്തട്ടിൽ ജീവിക്കുമ്പോ തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് ഒന്നുമില്ലായ്മയുടെ പിന്നാമ്പുറത്തേക്ക് നമ്മൾ വലിച്ചെറിയപ്പെട്ടേക്കാം. ഞാനും എന്റെ ഒരു ഗുരുനാഥനും കോഴിക്കോട് ഒരു പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ പള്ളിയുടെ മുമ്പിലുണ്ട് കുഞ്ഞ് പറ്റ കുമ്പിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ, പറ്റ വളഞ്ഞൊരു സ്ത്രീ. അപ്പൊ എന്റെ ഇപ്പൊ എങ്ങനെയായത്, കോഴിക്കോട് വലിയങ്ങാടിയിൽ ഗോഡൌണുകളിൽ ലോറിയിൽ നിന്ന് അരി ഇറക്കുമ്പോ നിലത്ത് വീഴുന്ന അരി അടിച്ചു വാരിയിട്ട് ആ അരി അടിച്ചു വാരിയെടുത്ത അരി വിറ്റിട്ട് കുടുംബം പോറ്റിയ ഒരു സ്ത്രീയാണ്. അങ്ങനെ അടിച്ചു വാരി 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 അവര് വളർന്നിട്ടുണ്ട്. 2-3 മക്കളെ അവര് വളർത്തി പോറ്റി. പക്ഷേ ആ മക്കളൊക്കെ എവിടെയോ പോയി. ഇപ്പോ ആ സ്ത്രീ ഇങ്ങനെ വളഞ്ഞിട്ട് ആ പള്ളിയുടെ മുമ്പിൽ ഒരു തുണിക്കഷ്ണം വിരിച്ചിട്ട് ആളുകളുടെ ഔദാര്യത്തിന് വേണ്ടി കാത്തുകയാണ്. അപ്പോ അത് കണ്ടപ്പോ, ഈ കഥ കേട്ടപ്പോ എന്റെ ഗുരുനാഥൻ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആർക്ക് വേണ്ടിയപ്പോ പ്രാർത്ഥിച്ചത്? ആ സ്ത്രീക്ക് വേണ്ടിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആ സ്ത്രീക്ക് വേണ്ടിയല്ല, പടച്ചോനെ നിന്റെ അമ്മക്ക് ഈ ഗതി നീ വരുത്തരുത് എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എനിക്ക് പെട്ടെന്ന് ഓടില്ല. അപ്പൊ അദ്ദേഹം പറയണേ, ഇപ്പൊ എന്റെ അമ്മക്ക് 3 മക്കളുണ്ട്, ഞങ്ങള് 3 മക്കളും ഒഴിവാക്കിയാൽ പിന്നെ ഞങ്ങളുടെ അമ്മക്ക് ജീവിക്കണമെങ്കിൽ ഈ ഒരു അവസ്ഥ അല്ലാതെ വേറല്ലല്ലോ. അതുകൊണ്ട് എന്റെ ഉമ്മാക്ക് ഈ ഒരു ഗതി വരുത്തരുത് റബ്ബേ എന്ന് അദ്ദേഹം അവിടുന്ന് നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ സൂചിപ്പിച്ചത് എന്തൊക്കെയുണ്ട് എന്ന് അഭിമാനിക്കുവാനും എന്തൊക്കെയുണ്ട് എന്ന് നമുക്ക് അവകാശപ്പെടാനും സാധിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പെട്ടെന്നുള്ള മനുഷ്യന്റെ കൂപ്പുകുത്തലുകൾ പലപ്പോഴും ജീവിതത്തിൽ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒട്ടനേകം പ്രവർത്തനങ്ങൾ, ഒട്ടനേകം സംഭവങ്ങൾ അവന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാവാം. നമ്മളൊക്കെ ഇവിടെ ഉള്ള സമാധാനത്തോടെ ജീവിക്കുമ്പോ ഇപ്പം നമ്മുടെ ഫോണിക്ക് ഒരു ഫോൺ വന്നാൽ മതി, നമ്മുടെ കുട്ടിക്ക് സുഖം കേട്ടോ, അയൽവാസി പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയിക്കണ്, അങ്ങനെ മഞ്ചേരി കൊണ്ടു ചെന്നപ്പോ മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെല്ലാൻ പറഞ്ഞിരിക്കണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ എല്ലാ സമാധാനം അതോടുകൂടി പോയി. ഒരു വർത്തമാനം, ഒരു വാർത്ത, ഒരു കേൾവി, ഒരറിവ്, ഇതൊക്കെ മതി നമ്മുടെ മനസ്സിന്റെ സമാധാനം എന്നേക്കുമായിട്ട് നഷ്ടപ്പെടാൻ. എന്നാൽ ഈ അവസ്ഥ ലോകത്ത് എല്ലാ കാലത്തും ഉള്ളതാണെങ്കിലും ഈ അവസ്ഥയിലും മനസ്സമാധാനം നഷ്ടപ്പെടാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു വിഭാഗം ആളുകൾ ഈ ലോകത്തുണ്ട്. ആ ആളുകളെയാണ് സത്യത്തിൽ നമ്മൾ മുഅ്മിനീങ്ങൾ എന്ന് വിളിക്കുന്നത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം അവന് നൽകുന്ന ഭൗതികമായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഫലമാണ് സമാധാനം. ഇസ്ലാം മതം സ്വീകരിക്കുമ്പോ, സത്യവിശ്വാസം സ്വീകരിക്കുമ്പോ ഒരു മനുഷ്യന് ഈ ലോകത്ത് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് അവന് സമാധാനം ഉണ്ടാവുക എന്നത്. അവനിൽ നിന്ന് മറ്റുള്ളവർക്ക് കിട്ടാനുള്ളതും സമാധാനം തന്നെ. നിന്റെ നാവിൽ നിന്നും നിന്റെ കയ്യിൽ നിന്നും മറ്റുള്ളവർ അവർ നിർഭയരായിരിക്കട്ടെ. നിന്റെ ഭാര്യ നിന്റെ സ്വഭാവത്തിൽ, നിന്റെ വൃത്തികേടുകളിൽ നിന്ന് അവർ നിർഭയരായിരിക്കട്ടെ.
നിന്റെ അയൽവാസി നിന്റെ കയ്യിൽ നിന്ന് നാവിൽ നിന്ന് നിർഭയരായിരിക്കട്ടെ. ഒരു സത്യവിശ്വാസിയിൽ നിന്ന് ഈ ലോകത്തിന് കിട്ടുന്നതും സമാധാനം തന്നെയാണ്. ഇനി ഈ സത്യവിശ്വാസി മരണപ്പെട്ടു പോയാൽ നാളെ അവനെ കാത്തിരിക്കുന്നതും സമാധാനത്തിന്റെ സ്വർഗീയ ജീവിതമാണ്. ഇസ്ലാം എന്ന പദത്തിന്റെ ആ പദം ഉണ്ടാക്കിയിരിക്കുന്നത് സിൽമ് എന്ന പദം കൊണ്ടാണ്. സിൽമ് വീടുണ്ടാക്കിയത് ഇഷ്ടിക കൊണ്ടാണെന്ന് പറഞ്ഞ പോലെ ഇസ്ലാം എന്ന പദം ഉണ്ടാക്കിയത് സിൽമ് എന്നുള്ള പദം കൊണ്ടാണ്. സിൽമ് എന്ന വാക്കിന്റെ അർത്ഥം സമാധാനം എന്നാണ്. ഈമാൻ എന്ന പദം ഉണ്ടാക്കിയത് അന്ന് എന്ന പദം കൊണ്ടാണ്. അന്ന് എന്ന പദത്തിന്റെ അർത്ഥം സമാധാനം എന്നാണ്. അപ്പൊ സമാധാനം കൊണ്ട് നിർമ്മിക്കപ്പെട്ട മതമാകുന്നു ഇസ്ലാം. ആ മതം ജനങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നത് സമാധാനമാണ്, ദുനിയാവിലും പരലോകത്തും. ആ മതം ഈ ലോകത്തിന് സംഭാവന ചെയ്യുന്നത് സമാധാനമാണ്. അപ്പോ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചേക്കാവുന്ന ഒരു ചോദ്യമുണ്ട്, അല്ല ഈ പറഞ്ഞതൊക്കെ ശരിയാണോ? ഇസ്ലാം മതം സ്വീകരിച്ച ഒരു വ്യക്തിക്ക് ഈ ലോകത്ത് സമാധാനപൂർണമായ ഒരു ജീവിതം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഫിറഔന്റെ കൊട്ടാരത്തിൽ സകലമായ ആഡംബരങ്ങളോടുകൂടി ജീവിച്ചിരുന്ന, എല്ലാ സുഖത്തിന്റെയും പങ്കാളിയായി ജീവിച്ചിരുന്ന നാട്ടിലെ പ്രഥമ വനിതയായ ഫിറഔന്റെ ഭാര്യ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ അവരുടെ എല്ലാ സമാധാനവും പോയില്ലേ? ആഡംബരപൂർണമായ ജീവിതത്തിനു പകരം ക്രൂരമായ മർദ്ദനങ്ങളേറ്റ് ചവിട്ടും തൊഴിയുമറ്റ് റൂമിന്റെ കൊട്ടാരത്തിന്റെ മുറിയുടെ മൂലക്കൽ ചോര തുപ്പിക്കിടക്കേണ്ട അവസ്ഥ ആ മഹദിക്കുണ്ടായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ സർവ്വരാലും അംഗീകരിക്കപ്പെട്ട് എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായി, എല്ലാവരാലും സ്നേഹിക്കപ്പെട്ട്, എല്ലാവരാലും ആദരിക്കപ്പെട്ട്, എല്ലാവരാലും ബഹുമാനിക്കപ്പെട്ട്, പരിഗണിക്കപ്പെട്ട് ജീവിച്ചിരുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 40ാമത്തെ വയസ്സിൽ ഇസ്ലാമിനെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോ പ്രവാചകന്റെ ജീവിതം ദുരിതത്തിലേക്ക്, ദുരന്തത്തിലേക്ക് വഴിമാറിയില്ലേ? പിന്നെ എന്ത് സമാധാനം ഇസ്ലാം കൊണ്ട് കിട്ടിയത്? മക്കയിൽ അടിമകളാണെങ്കിലും യജമാനന്മാരുടെ വീടുകളിൽ അടിമപ്പണി ചെയ്തുകൊണ്ട് സമാധാനത്തോടുകൂടി കിടന്നുറങ്ങിയിരുന്ന ബിലാലിന്റെ, അമ്മാറിന്റെ, യാസറിന്റെ, ഖബ്ബാബിന്റെ, ഹുബൈബിന്റെ ജീവിതം അവർ ഇസ്ലാമിലേക്ക് വന്നതോടുകൂടി പ്രയാസത്തിന്റെ, ബുദ്ധിമുട്ടിന്റെ, കഷ്ടപ്പാടിന്റെ നെരിപ്പോടിലേക്ക് എറിയപ്പെട്ടില്ലേ? ലോകത്തിന്റെ ഏത് ഭാഗത്തുണ്ട് സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഒരു മുസ്ലിം സമൂഹം? നമ്മളൊക്കെ വിചാരിച്ചിരുന്നു നമ്മുടെ രാജ്യവും നമ്മൾ ജീവിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ പ്രദേശങ്ങളുമൊക്കെ ഒരു കാലത്ത് മുസ്ലിങ്ങൾക്ക് ഭീഷണികളില്ലാത്ത ഒരു നാടായിട്ട് മാറണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെയൊക്കെ വിശ്വസിക്കുകയും ചെയ്തവരാണ് നമ്മള്. ആ നാട് പോലും എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വഴിമാറിയത്. 1924 ഉണ്ടായ കാലം മുതൽ 1924 സംഘടനയായി രൂപീകരിക്കപ്പെട്ടത് മുതൽ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും ആളുകളുടെയും സമുദായത്തിന്റെയും സമാധാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനം 2016 തീരുമ്പോഴേക്ക് അസമാധാനത്തിന്റെ മുൾമുനയിലേക്ക് മാറ്റി നിർത്തപ്പെട്ടുവെങ്കിൽ ഇന്ന് നന്നായി ചിരിച്ചു നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന മുഖങ്ങൾ നാളെ പത്രക്കാരുടെ ക്യാമറകൾക്ക് മുമ്പിൽ തീവ്രവാദത്തിന്റെ കിരീടം ചാർത്തപ്പെട്ട രൂപത്തിൽ എല്ലാവരും വെറുക്കപ്പെട്ട മുഖമായി മാറുകയില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കൂല. എപ്പോഴും എന്ത് സംഭവിക്കാം? ഇല്ല എന്ന് പറയാൻ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ, എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ, ഞാൻ അങ്ങനത്തവനല്ല എന്ന് പറയാൻ അവസരങ്ങളില്ലാത്ത വിധം ഒരുതരം ട്രാപ്പിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപകടകരമായ അവസ്ഥ തന്നെയാണ് തീർച്ചയായും. 1947 ഇന്ത്യ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം ആ രാജ്യം കണ്ട ഏറ്റവും അപകടകരമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം കടന്നു പോകുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അത് ഗുജറാത്തിലല്ലേ, അത് ഉത്തർപ്രദേശിലല്ലേ, അത് കാശ്മീരിലല്ലേ, അത് ആസാമിലല്ലേ. ഇന്നത് നമ്മുടെ വീടിന്റെ ഗേറ്റ് തുറന്ന്, നമ്മുടെ വീടിന്റെ പടിപ്പ തുറന്ന്, നമ്മുടെ വീടിന്റെ വരാന്തയിലേക്ക്, സ്വീകരണ മുറിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു ആ ഭീഷണകരമായ അവസ്ഥ. പക്ഷേ സത്യവിശ്വാസിയായ മുഅ്മിനായ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം
ഈ അവസ്ഥകളൊന്നും അവന്റെ ജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പതിനായിരക്കണക്കിന് ആളുകൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവായി കാണുന്ന മനുഷ്യൻ, മക്കയുടെ മദീനയുടെ പരിസരത്തുള്ള നൂറുകണക്കിന് ഗോത്രങ്ങൾ അവരുടെ ശത്രുവായി കാണുന്ന മനുഷ്യൻ, കുടുംബത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ തങ്ങളുടെ കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായ വ്യക്തിയായി കാണുന്നയാള്, യാ മുഹമ്മദ് അൻതല്ലദീ ഫറഖത ജമാഅതനാ, മുഹമ്മദേ നീ ഞങ്ങളുടെ ഐക്യം തകർത്തവനല്ലേ, വസബ്ബത ആലിഹതനാ ഞങ്ങളുടെ ദൈവങ്ങളെ കുറ്റം പറഞ്ഞവനല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രവാചകനെ വല്ലാതെ കൈകാര്യം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ പട്ടിണിയാണ് പ്രവാചകന്റെ ജീവിതം, പ്രാരാബ്ധമാണ് പ്രവാചകന്റെ ജീവിതം. പട്ടിണി കൊണ്ട് ഉറങ്ങാൻ കഴിയാതെ അങ്ങാടിയിൽ കൂടി റോഡിൽ കൂടി പാദയാത്രയ്ക്ക് നടന്നു നീങ്ങുന്ന പ്രവാചകന്റെ ചിത്രം നമ്മുടെ മനസ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പ്രവാചകന്റെ മനസ്സിൽ സമാധാനം ഉണ്ടായിരുന്നു. ആ പ്രവാചകന്റെ മനസ്സിൽ സമാധാനം ഉണ്ടായിരുന്നു. ആ പ്രവാചകൻ ശാന്തിയോടുകൂടി ജീവിച്ചു അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യയുടെ കൂടെ കളിച്ചു, ഓട്ട മത്സരം നടത്തിന. വീടിന്റെ ഉള്ളിൽ വാതിലടച്ചിട്ട് റൂമിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയേക്കല്ല, മനുഷ്യന്മാർ നടക്കുന്ന റോട്ട് കൂടെ ഓടിയത് പട്ടാ പകല്. സഹാബത്തും പ്രവാചകനും ഒരു വഴിക്ക് യാത്ര ചെയ്യുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറയാ, നിങ്ങൾ ലേശം മുന്നോട്ട് പോവോ, ഞാൻ വരാം. എന്നിട്ടൊരു വര വരച്ചിട്ട് ആയിഷ ബീവിയും പ്രവാചകനും നിന്നിട്ട് 1 2 3 പറഞ്ഞു ഒരു ഓടി. ആദ്യത്തെ ഓട്ടത്തിൽ കുട്ടിയായ ആയിഷ ജയിച്ചു. കാലങ്ങൾക്ക് ശേഷം പ്രവാചകൻ വീണ്ടും ആയിഷയെ വിളിച്ചു, ആയിഷ നമുക്ക് ഒന്നുകൂടി ഓടാം. ഓട്ടത്തിൽ ആയിഷ തോറ്റു. അന്ന് പ്രവാചകൻ പറഞ്ഞു, ആയിഷ അന്ന് നീ എന്നെ തോൽപ്പിച്ചതിന്റെ പകരം വീട്ടി കേട്ടോ അല്ലേ? ആ ജീവിതത്തിന്റെ സന്തോഷം എത്രയാണ്, ആ ജീവിതത്തിന്റെ സമാധാനം എത്രയാണ്. ശത്രുക്കളുണ്ട് 4 ഭാഗത്തും, പട്ടിണിയുണ്ട് വീട്ടിൽ, പ്രയാസങ്ങളുണ്ട് വീട്ടിൽ. 7 മക്കളിൽ 6 മക്കളും തന്റെ കൺമുമ്പിൽ വെച്ച് മരിക്കുന്നത് ആ ഹബീബായ പ്രവാചകൻ കണ്ടിട്ടുണ്ട്. അതൊന്നും ആ പ്രവാചകന്റെ മനസ്സിന്റെ സമാധാനം കെടുത്തിയിട്ടില്ല. ഇത്രയും നമ്മൾക്കൊക്കെ നമ്മുടെ വീട്ടിലെ നമ്മളെ ദിവസം അങ്ങാടിയിൽ എന്തോ പ്രശ്നത്തിൽ ഒരാളായിട്ട് എന്തോ തല്ലുപൊടി ഉണ്ടാക്കി, ദേഷ്യം വന്നപ്പോൾ 2 പൊട്ടിച്ചതാ. അപ്പൊ ഒരാള് നമ്മളോട് പറഞ്ഞ് അയാൾ ആരാ എന്നൊക്കെ അറിയോ, അയാൾ ആരാ എനിക്കെന്താ, എനിക്കോനെ പേടിയൊന്നുമില്ല. പക്ഷെ പിന്നെ ലാസ്റ്റ് അയാളെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കൊട്ടേഷൻ സംഘത്തിന്റെ ആളാ, ഒരുപാട് കേസിലെ പ്രതിയാട്ടോ. അത് കേട്ടപ്പോ നമ്മളെ കാലിന്റെ അടിയിൽ നിന്ന് ചെറിയൊരു തരിപ്പ്, ഇങ്ങനെ ഒരു പേടി. അങ്ങനെയൊക്കെ ഒരു ദിവസം രാത്രി ഉണ്ട്, ജനലിന്റെ അപ്പുറത്ത് കൂടെ ഭയങ്കര അനക്കം. നമ്മൾ നോക്കിയപ്പോൾ ഇപ്പം കത്തിയായിട്ട് ഓടുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി ഇപ്പൊ നമ്മളെ പിന്നാറുണ്ട്. പിന്നെ വാതിലിന് 1 കുറ്റിയല്ല 4 കുറ്റിയിടാതെ നമ്മൾ കിടന്നുറങ്ങൂല. മാരിഭാഗത്തായ നമ്മൾ പുറത്തേക്ക് ഇറങ്ങൂല, ഒറ്റക്ക് നമ്മൾ അങ്ങാടിക്ക് ഇറങ്ങൂല. നമ്മുടെ പിന്നിൽ ഒരാളുണ്ട്, നമ്മുടെ സമാധാനം പോയി. ആയിരക്കണക്കിന് ശത്രുക്കൾ ഉണ്ടായിട്ടും അള്ളാഹുവിന്റെ ഹബീബ് സമാധാനത്തോടു കൂടി ഈ ലോകത്ത് ജീവിച്ചു. അതാണ് ഇസ്ലാം മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം. അത് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ ഇസ്ലാമിനും ഈമാനിനും എന്തോ തകരാറുണ്ടെന്നാണ്. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ, ഇസ്ലാം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമായി നമുക്ക് സ്വീകരിക്കുകയും ആവാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് വല്ലാത്ത ഒരു മനസ്സുമായിട്ടാ. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടായാൽ മതി, അവന്റെ മനസ്സാകപ്പാട് അസ്വസ്ഥമാകും. നന്മയാണെങ്കിൽ അതിന്റെ പേരിൽ അവൻ അമിതമായി സന്തോഷിക്കും. ദുരന്തങ്ങളാണെങ്കിൽ അതിന്റെ പേരിൽ അവൻ തകർന്ന് തരിപ്പണമാകും. ഇത് മനുഷ്യന്റെ അവസ്ഥയാണ്. അവന്റെ മനസ്സുകൾ വല്ലാതെ പതറിക്കൊണ്ടിരിക്കും, അസ്വസ്ഥമായി കൊണ്ടിരിക്കും. ഇല്ലൽ മുസല്ലീൻ, ഇല്ലൽ മുസല്ലീൻ, നിസ്കരിക്കുന്ന ആൾക്കാരൊഴികെ. അതായത് പെരുന്നാക്കും വെള്ളിയാഴ്ചയും മാത്രം നിസ്കരിക്കുന്ന ആൾക്കാരല്ല, നിത്യമായി കൃത്യമായി നിസ്കരിക്കുന്ന ആളുകൾക്ക് ഈ അവസ്ഥ ഉണ്ടാവില്ല. അവന്റെ മനസ്സ് സ്റ്റഡി ആയിരിക്കും. ഒരു പ്രയാസത്തിനും ഒരു ബുദ്ധിമുട്ടിനും അവന്റെ മനസ്സിനെ ഇളക്കുവാനോ അവന്റെ മനസ്സിനെ പ്രയാസപ്പെടുത്താനോ സാധിക്കൂല. അപ്പോ എന്റെ പ്രിയപ്പെട്ട പ്രവാസ സുഹൃത്തുക്കളെ,
ഒരുപാട് നൊമ്പരങ്ങളും ഒരുപാട് പ്രയാസങ്ങളുമായി ഉറക്കമില്ലാത്ത രാത്രികളായി കുടുംബത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എങ്ങുമെത്താത്ത കുട്ടികളുടെ, ചിറകുമുളക്കാത്ത കുട്ടികളുടെ, നിസ്സഹായിയായ ഭാര്യയുടെ, രോഗം ബാധിച്ച് തളർന്നുപോയ മാതാപിതാക്കളുടെ, പകുതിയായ വീടുപണിയുടെ, നാട്ടിലേക്ക് തിരിച്ചെത്തിയാൽ എന്താവും ജീവിതമെന്ന് ആലോചിച്ച് അതിനെക്കുറിച്ച് പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ മനസ്സ് ഒരു വിശ്വാസിയുടെ മനസ്സാണെങ്കിൽ തീർച്ചയായും ആ വിശ്വാസം ആ മനസ്സിന് വല്ലാത്ത സമാധാനവും ശാന്തിയും നൽകും. ആ വിശ്വാസം കൃത്യമായതായിരിക്കണം. ആ വിശ്വാസം കൃത്യമായ വിശ്വാസമാവണം. ആ വിശ്വാസം ശരിയായ വിശ്വാസമാവണം. ആ വിശ്വാസം ഇളക്കമില്ലാത്ത വിശ്വാസമാവണം. വിശ്വാസത്തിന് ഇളക്കമുണ്ടായാലേ സമാധാനം കിട്ടൂല. പേടിക്കാരം നമ്മളെ വീട്ടിൽ നിന്നിട്ട് പുറത്തിറങ്ങുമ്പോണ്ട് രാവിലെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഉമ്മരപ്പടിമേ ഒരു ചെമ്പിന്റെ തകിട്, ഒരു 2-3 ചെമ്പരത്തി പൂവ്, പിന്നെ എന്തൊക്കെ കുറെ കോഴിന്റെ തല, പിന്നെ കുറെ മുടിക്കെട്ട്, എന്തൊക്കെ പാടെ ഉമ്മരപ്പടിമേ. പടച്ചോനെ, ആരോ എനിക്കെതിരെ ചെയ്തിട്ടോ. പിന്നെ അവന് പേടിയായി. വെച്ച കാലം ഉള്ളിലേക്ക് വലിച്ച് വാതില് കുറ്റിയിട്ടിട്ട് അവൻ ആലോചിക്കുക, പടച്ചോനെ ആരേക്കാരപ്പ ചെയ്തെക്കുക, എന്തേക്കാരപ്പ എനിക്ക് പറ്റുക. ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തേതായി ഇസ്ലാം പഠിപ്പിച്ച നന്മയും തിന്മയുമായ മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിൽ നിന്ന് മാത്രമാണ് ഉണ്ടാകുന്നത്. ഒരു കാര്യം ചെയ്യാൻ അല്ലാഹുവിനല്ലാതെ ഈ പ്രപഞ്ചത്തിൽ മറ്റൊരാൾക്കും സാധ്യമല്ല എന്ന വിശ്വാസം അവന്റെ മനസ്സിലുണ്ടെങ്കിൽ അവൻ പേടില്ലല്ലോ. എനിക്ക് വരുന്നതൊക്കെ എന്റെ റബ്ബ് അറിഞ്ഞിട്ടല്ലേ വരുള്ളൂ. ആരാ എന്റെ റബ്ബ്? എനിക്ക് ജീവൻ തന്ന റബ്ബ്, എനിക്ക് ജീവിക്കാൻ അവസരം തന്ന റബ്ബ്, എനിക്ക് ജീവിതത്തിൽ സുഖങ്ങൾ തന്ന റബ്ബ്, എനിക്ക് ജീവിതത്തിൽ പ്രയാസങ്ങൾ തരാത്ത റബ്ബ്, എന്നെ പോലെ എന്റെ ചുറ്റുഭാഗത്ത് ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ കഷ്ടപ്പാടിന്റെ നെരിപ്പോടിൽ ജീവിക്കുമ്പോൾ അതിൽ പെടാതെ സുന്ദരമായി ജീവിക്കാൻ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് ശരിക്ക് അള്ളാഹുവിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ ആഴം മനസ്സിലാവുക. നമ്മുടെ ഭാര്യ പ്രസവിച്ചു. എവിടുന്ന പ്രസവിച്ച്? ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന്. ആകെ എത്രയും ചെലവ്? മൊത്തം ചെലവ് 2500 രൂപയായത്. ഓ, 2500 രൂപ കൊടുക്കേണ്ടി വന്നില്ലേ? നമ്മളെ സുഹൃത്തിന്റെ ഭാര്യ പ്രസവിച്ചു. എവിടുന്നാ പ്രസവിച്ചത്? തൊട്ടടുത്ത പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്ന്. എത്രയായി? 75,000. പഠിച്ചോ, നമുക്ക് 72,500 രൂപ ലാഭം തന്നെ നമ്മൾ അറിഞ്ഞില്ല. വേറെ സുഹൃത്തിന്റെ ഭാര്യ കുറച്ചും കൂടി അപ്പുറത്തെ ആശുപത്രിയിലാണ് പ്രസവിച്ചത്. ആകപ്പാടെ ബില്ല് വന്നപ്പോ 2-3 ലക്ഷം രൂപയായി. എന്തേ? നമ്മളെ ഭാര്യനെ ആ ആശുപത്രിയിൽ എത്തിക്കാൻ പടച്ച റബ്ബിന് കഴിയില്ലായിരുന്നോ? ആ നമ്മളെ ഭാര്യ 2,500-ന് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ആശുപത്രിയിൽ ചോറും കഞ്ഞിയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കൊടുത്തിട്ട് ഒരു ചെലവില്ലാതെ നമ്മുടെ ഭാര്യ പ്രസവിച്ചപ്പോ ഈ ലക്ഷക്കണക്കിന് ഉറുപ്പികന്റെ ലാഭം നമുക്കുണ്ടാക്കി തന്ന പടച്ച റബ്ബിനെ നമ്മൾ മറന്നു. ആ റബ്ബിന്റെ സ്നേഹം നമുക്ക് മനസ്സിലായില്ല. ഞാന് ഒരു വല്ലാതെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച ഒരു കാഴ്ച. ക്യാൻസർ ബാധിച്ച ഒരു കുട്ടിയെ കാണാൻ വേണ്ടി ചെന്നതാ. കൊച്ചുകുട്ടിയാ. പക്ഷെ ക്യാൻസർ തൊണ്ടയിൽ ഇങ്ങട്ട് അതിവേഗത്തിൽ വളർന്നിട്ടേ ഒരു പൈപ്പ് പോലും തൊണ്ടയിലേക്ക് ഇറക്കി കൊടുക്കാൻ കഴിയാത്ത വിധം അതിങ്ങട്ട് തിക്കായി. അവസാനം കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ, മരിക്കുന്നത് വരെ ജീവിക്കട്ടെ, ആ ജീവൻ നിലനിർത്താൻ ആ കുട്ടിയുടെ കുഞ്ഞു വയറ്റിൽ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് ഒരു പൈപ്പ് കൂടെ കൊടുത്തേക്കുക. എന്നിട്ടിങ്ങനെ തുള്ളി 1-2 തുള്ളി വെള്ളം ഇങ്ങനെ ആയിക്കൂടെ ഇറ്റിച്ചു കൊടുക്കുക. ജീവൻ നിലനിൽക്കാം. കുട്ടി ഇങ്ങോട്ട് ഉണങ്ങിയിട്ട് ഇങ്ങോട്ട് ഒന്നുമില്ല, ഇങ്ങനെ പിടിച്ചാ ഒതുങ്ങും. പക്ഷെ ശ്വാസം മാത്രമുണ്ട്. സങ്കടമല്ല, ആ കുട്ടിനെ മടിയിൽ കിടത്തിയിരിക്കുന്ന ഉമ്മ, വികാരങ്ങളൊക്കെ മരിച്ചുപോയ ഉമ്മ, കണ്ണുനീര് മരിച്ചുപോയ ഉമ്മ, ആ ഉമ്മ ഇടക്കിടക്ക് കുട്ടിയെ കട്ടിലിൽ കിടത്തിയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്, ബാത്റൂമിന്റെ അടുത്തേക്ക്. എന്തിനാ ഉമ്മ പോണറിയോ? ആ കുട്ടിക്ക് കൊടുക്കാൻ ആ ഉമ്മയുടെ മുലയിൽ ഉണ്ടാകുന്ന പാല് ആ ഉമ്മയുടെ സ്ഥലത്തെ വേദനിപ്പിക്കുന്നുണ്ട്. അത് പുറത്തേക്ക് ചീറ്റിക്കളയാൻ ആ ഉമ്മ ഇടക്കിടക്ക് പുറത്തു പോകുക. ആ ഉമ്മയുടെ മടിയിലിരിക്കുന്ന കുട്ടി, ഈ മുലപ്പാല് കുടിക്കേണ്ട കുട്ടി, ആ പാല് കുടിക്കാൻ കഴിയാതെ വിശപ്പ് സഹിച്ച് എല്ലും തോലുമായപ്പോ തന്റെ മുലയിൽ ഈ കുട്ടിയുടെ
കുട്ടിയുടെ വിശപ്പകറ്റാൻ മാത്രമുള്ള പാലുണ്ടായിട്ട് ആ പാല് പുറത്തേക്ക് പിഴിഞ്ഞു കളയേണ്ടി വരുന്ന ഒരു ഉമ്മയുടെ സങ്കടം മനസ്സിലാക്കാൻ മാത്രം നമ്മുടെ മനസ്സിന് ആഴമുണ്ടോ? ആ ഉമ്മ പ്രാർത്ഥിക്കുന്നത് പടച്ചോനെ എന്റെ കുട്ടിന്റെ അസുഖം മാറണേന്നല്ല, എന്റെ കുട്ടിന്റെ അസുഖം മാറണേന്നല്ല ഉമ്മ പ്രാർത്ഥിക്കണേ. ഉമ്മ പ്രാർത്ഥിക്കുന്നത് റബ്ബേ ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് നീ തിരിച്ചെടുക്കണമേ റബ്ബേ എന്ന് ആ കുട്ടിയുടെ മുഖത്ത് നോക്കി കണ്ണീര് പറ്റിയ കണ്ണോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു ഉമ്മയെ കണ്ടത് അടുത്ത കാലത്തൊന്നും മറക്കൂല. നമ്മുടെ ചുറ്റുഭാഗം അങ്ങനെയൊക്കെയാണ്. അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ചുറ്റുഭാഗത്ത് 10-28 വയസ്സുള്ള ചെറുപ്പക്കാരനെ കാറിന് ഇങ്ങനെ ഇറങ്ങിയിട്ട് നല്ല തുണി കുപ്പായൊക്കെ കാണ്ടിങ്ങനെ ആശുപത്രിയുടെ ഉള്ളിൽ കയറി പോകുമ്പോ അയാളെ കയ്യിൽ ഇങ്ങനെ കീസുണ്ടേ. ഞാൻ അയാളെ ബാക്കിലാ. ഞാനിങ്ങനെ നോക്കിയപ്പോ ആ കീസ് എന്താ നിങ്ങള്, ആ കീസ് അതൊരു പ്ലാസ്റ്റിക്കിന്റെ കീസാ. ആ കീസിൽ നിന്ന് അയാളുടെ തുണിയുടെ ഉള്ളിലേക്ക് ഒരു പൈപ്പ് പോകുന്നുണ്ട്. അയാളുടെ മൂത്രം അത് വന്നുകൊണ്ടേയിരിക്കുക. ആ മൂത്രം ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ക്യാരി ബാഗിലേക്ക് മാറ്റിയിട്ട് അതിങ്ങനെ കൈ പിടിച്ച് മൂപ്പര് നടക്കുക. ആ മൂത്രത്തിനോട് വരണ്ടെന്ന് പറയാൻ, തന്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൂത്രത്തിനോട് വരണ്ട, പുറത്തു വരണ്ട എന്ന് പറയാൻ അധികാരമില്ലാത്ത ആ സാധു മനുഷ്യൻ ആ ഉറ്റി വീഴുന്ന മൂത്രത്തിനെ പാക്കറ്റിലാക്കി അത് തൂക്കി പിടിച്ചുകൊണ്ട് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്കും വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്കും നടക്കുക. നമ്മൾ കണ്ടോ? നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴും സങ്കടം. പടച്ചോന്റെ കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല. പടച്ചോൻ നമ്മളെ പരിഗണിച്ചിട്ടില്ല. പടച്ചോൻ മറ്റുള്ളവരെ പോലെ നമ്മൾ ആക്കിയിട്ടില്ല. പടച്ചോൻ നമ്മളെ സ്നേഹിച്ചിട്ടില്ല എന്ന പരാതിയാണ് ഇപ്പോഴും നമ്മുടെ മനസ്സിനുള്ളിൽ. ഞാൻ എത്രകാലം കാലായി പടച്ചോനോട് പറയുന്നു, ഞാൻ എത്രകാലം നിസ്കാരത്തിന് ശേഷം പടച്ചോനോട് തേടി, ഞാൻ എത്ര വട്ടം കഅബാലയത്തിന്റെ കില്ല പിടിച്ച് കരഞ്ഞു, ഞാൻ എത്ര വർഷം ഉംറയ്ക്ക് ശേഷം പ്രാർത്ഥിച്ചു, എന്നിട്ടും പടച്ചോൻ കേട്ടില്ലല്ലോ. പടച്ചോൻ കേട്ടില്ലേ? കേട്ടത് കൊണ്ടല്ലേ നമ്മളിങ്ങനെ നമ്മളായി ജീവിക്കുന്നത്. ഇത്രത്തോളം നമ്മെ സ്നേഹിച്ച, പെരുവഴിയിലാക്കാതെ ഈ രൂപത്തിൽ നമ്മളെ സ്നേഹിച്ചു വളർത്തിയ ആ പടച്ച റബ്ബ് അവൻ അറിഞ്ഞുകൊണ്ടാണ് എന്റെ ജീവിതത്തിലേക്ക് മുഴുവൻ കാര്യങ്ങളും കടന്നു വരുന്നത്. അതിന്റെ പേരിൽ ഞാൻ എന്തിന് അസ്വസ്ഥമാവണം, ഞാൻ എന്തിന് സമാധാനം കളയണം എന്ന് ചിന്തിക്കാൻ 5 നേരം നിസ്കരിക്കുന്ന ഒരു വിശ്വാസിക്ക് കഴിയുന്ന അല്ലേ? നിസ്കാരം കണ്ട് കഴിഞ്ഞിരുന്നാലേ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയുന്ന ആദ്യത്തെ വാക്യങ്ങൾക്ക് അറിയില്ലേ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. വൈകുന്നേരം കച്ചവട സ്ഥാപനത്തിൽ ചെയ്ത കച്ചവടത്തിന്റെ കണക്ക് കൂട്ടിയപ്പോ മൊത്തത്തിൽ 5 ലക്ഷം രൂപ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. തലപ്പിലാന്ന് പിടിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് പോയത്. വീട്ടിൽ ചെന്നപ്പോഴാണ് നിസ്കരിച്ചില്ല ഓർമ്മ വന്നത്. ഒന്നുകൊടുത്ത് യശാ നിസ്കരിച്ച് തിരിഞ്ഞിരുന്നിട്ട് പറയാണ്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. പടച്ചോനെ, നീ എനിക്ക് തരാൻ കരുതിയത് അത് തടയാൻ ഈ പ്രപഞ്ചത്തിന് കഴിയില്ല. നീ എനിക്ക് വേണ്ടെന്ന് വെച്ചത് എനിക്ക് തരാനും ഈ പ്രപഞ്ചത്തിന് കഴിയില്ല റബ്ബേ. അതുകൊണ്ട് എനിക്ക് കിട്ടിയതൊക്കെ നീ തന്നതാണ്, എനിക്ക് പോയതൊക്കെ നീ കൊണ്ടുപോയതാണ്. കരുണാമയനായ റബ്ബേ, അതിന്റെ പിന്നിലും എന്നോടുള്ള കൃപയുണ്ടാകുമല്ലോ നിനക്ക്. അള്ളാഹനെ കണ്ട് സ്നേഹിച്ചാല് സത്യത്തിലേ അങ്ങനല്ലേ? നമ്മളെ വാപ്പ, നമ്മുടെ ജീവനക്കാളേറെ സ്നേഹിക്കുന്ന ഒരു വാപ്പ നമുക്ക് വിചാരിച്ചോ, ഇല്ലെങ്കിൽ നമ്മളെ കുട്ടിയോ ഭാര്യയോ ആരോ വല്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ, അവർക്കൊരു രോഗം ബാധിച്ചു. ആ രോഗം ശിഫയാക്കുവാൻ വേണ്ടി നമ്മൾ കഠിനമായി നമ്മുടെ കയ്യിലുള്ള പണം ചെലവഴിച്ചു. അവസാനം നമ്മൾ വീട് വിറ്റു. അവസാനം നമ്മൾ കടം വാങ്ങി കടത്തിന്റെ കാണാക്കയത്തിൽപ്പെട്ടു. പക്ഷേ ആ ആളെ രോഗത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞാൽ നഷ്ടത്തെ കുറിച്ചോർത്ത് പിന്നെ നമ്മൾ അവർ പോയാലോ, വീട് പോട്ടെ, അത് പിന്നെ കേട്ടാലോ, കടം സാരല്ല, കടം വീട്ടാലോ, എന്നാലും എന്റെ കുട്ടിന്റെ ജീവൻ കിട്ടിയാലോ എന്ന് സമാധാനിക്കുന്ന ഒരു സമാധാനമുണ്ട്. പടച്ച റബ്ബിനോടുള്ള വല്ലാത്ത പ്രണയം നമുക്ക് നൽകുന്ന ഒരു സമാധാനം. കുഷ്ഠരോഗം ബാധിച്ച് ശരീരത്തിന്റെ കൈവിരലുകളൊക്കെ മുറിഞ്ഞുപോയി. ശരീരം മുഴുവനും വട്ടത്തിൽ വ്രണമുണ്ടായി. ആ വ്രണങ്ങളിൽ നിന്ന് നീരടിച്ച് ശരീരത്തെ പൊതിയുന്ന ഈച്ചകളെ ആട്ടിയകറ്റാൻ കഴിയാതെ എല്ലാവരും ഒതുക്കപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ പ്രാർത്ഥന തഫ്സീറുകളിൽ നമുക്ക് കാണാം. എന്താ പ്രാർത്ഥിച്ചതറിയോ?
അല്ലാഹുവേ എന്റെ കുടുംബത്തെ നീ കൊണ്ടുപോയി, അത് നീ തന്നതാണ്, നീ കൊണ്ടുപോയാൽ എനിക്ക് പരിഭവമില്ല. എന്റെ സമ്പത്ത് നീ തന്നതാണ്, അത് നീ കൊണ്ടുപോയി, എനിക്ക് പരിഭവമില്ല. എന്റെ സ്നേഹിതന്മാരെ നീ തന്നതാണ്, അത് നീ കൊണ്ടുപോയി, എനിക്ക് പരാതിയില്ല. എന്റെ ജീവിതത്തിന്റെ സുഖങ്ങളെ നീ കൊണ്ടുപോയി, അത് നീ തന്നതായിരുന്നു, അതുകൊണ്ട് എനിക്ക് പരാതിയില്ല. അതുകൊണ്ട് റബ്ബേ, അവസാനമായിട്ട് എനിക്ക് നിന്നോട് തേടാനുള്ളത്, അല്ലാഹുവേ നിന്നെ സ്മരിക്കുവാൻ, നിന്റെ സ്തുതി പറയുവാൻ ഈ ചുണ്ടുകളും, നിന്നെ ഓർമ്മിക്കുവാൻ ഈ ഹൃദയവും, ഇത് രണ്ടും മാത്രം എന്റെ മരണം വരെ എനിക്ക് നീ ബാക്കി വെക്കണേ റബ്ബേ. ബാക്കിയൊക്കെയും നീ കൊണ്ടുപോയതിൽ എനിക്ക് പരാതിയില്ല റബ്ബേ. നിന്നെ സ്മരിക്കുവാൻ ഈ ചുണ്ടുകളും, നിന്നെ സ്മരിക്കുവാൻ ഈ ചുണ്ടുകളും, നിന്നെ ഓർമ്മിക്കുവാൻ ഈ ഹൃദയവും മരണം വരെ നീ എനിക്ക് ബാക്കി വെക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ച ഒരു മനുഷ്യന്റെ കഥ. പ്രിയപ്പെട്ട സഹോദര, ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമാധാനത, എന്നെ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ഏറെ സ്നേഹിച്ചത് എന്റെ റബ്ബാണ്. അല്ലേ? മാതാവിന്റെ ഗർഭാശയത്തിൽ നമ്മുടെ ജനനത്തിന് കാരണമാകുന്ന ഒരംഗം അത് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ തന്നെ മാതാവിന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ 8-9 മാസം നമുക്ക് കിടക്കാനുള്ള കിടക്ക വരെ പടച്ച റബ്ബ് റെഡിയാക്കി തരിക. ആ അണ്ഡം ഒരു ബീജവുമായി കൂടിച്ചേരാതെ ആ അണ്ഡം പുറത്തേക്ക് പോകുമ്പോ അല്ലാഹു നമുക്ക് വേണ്ടി സജ്ജീകരിച്ചു വെച്ച മുഴുവൻ സൗകര്യങ്ങളും അതോടൊപ്പം പുറത്തേക്ക് പോവുക. അതിനാണല്ലോ നമ്മൾ അർത്ഥം എന്ന് പറയുന്നത്. അങ്ങനെ തുടങ്ങിയിട്ട് ജീവിതത്തിന്റെ 1-ാമത്തെ സെക്കൻഡ് മുതൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന പടച്ച റബ്ബ്. ഈ ഭൂമിയിലേക്ക് നമ്മൾ ജനിച്ചു വന്നപ്പോ നമ്മുടെ വയറിന്റെ ഉള്ളിലെ ദഹന വ്യവസ്ഥിതിക്ക് ഈ പ്രപഞ്ചത്തിലെ പച്ചവെള്ളത്തിനെ പോലും ദഹിപ്പിക്കാൻ കഴിവില്ലായിരുന്നു. ആ സമയത്താണ് ഈ പ്രപഞ്ചത്തിൽ എവിടെയും കിട്ടാത്ത, എന്നാൽ നമ്മുടെ ദഹന വ്യവസ്ഥക്ക് പ്രയാസമുണ്ടാകാത്ത വിധം ഉമ്മയുടെ നെഞ്ചിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള മുലപ്പാൽ അല്ലാഹു തആല നമുക്ക് ചുരത്തി തന്നത്. അവിടെ നിന്നിട്ട് തുടങ്ങിയിട്ട് ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും എന്താണോ നമുക്ക് വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ആ പടച്ച റബ്ബ് തന്നില്ലേ? നമുക്ക് വേണ്ടി കാത്തുന്നോ? നമ്മുടെ ചോദ്യത്തിന് വേണ്ടി കാത്തുന്നോ? നമ്മൾ പണമടക്കാൻ വേണ്ടി കാത്തുന്നോ? ഇല്ലല്ലോ. കൈകാലുകളുടെ വലിപ്പം അത് കൃത്യമായിരുന്നു, ശരീരത്തിന്റെ അവയവങ്ങളുടെ വലിപ്പം അത് കൃത്യമായിരുന്നു, വ്യവസ്ഥകളുടെ വലിപ്പം അത് കൃത്യമായിരുന്നു. എല്ലാം വളരെ കൃത്യമായിട്ട് റബ്ബ് തന്നില്ലേ? അല്ലേ? അങ്ങനെ നമ്മളെ തന്ന് നമ്മളെ സ്നേഹിക്കുന്ന ആ പടച്ച റബ്ബ്, ആ റബ്ബാണ് എനിക്ക് രോഗം തന്നത്, ആ റബ്ബാണ് എന്റെ കുട്ടിയെ മരിപ്പിച്ചത്, ആ റബ്ബാണ് എന്റെ കച്ചവടം പൊളിച്ചത്, ആ റബ്ബാണ് എന്റെ ജോലി ഇല്ലാതാക്കിയത്, ആ റബ്ബാണ് എന്റെ വരുമാനം നിർത്തിയത് എന്ന് വിശ്വസിക്കുമ്പോ എന്നോട് സ്നേഹം മാത്രം കാണിച്ചിട്ടുള്ള എന്റെ റബ്ബ്, അവൻ എന്നോട് ക്രൂരത കാണിക്കുകയില്ല എന്ന ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ, എന്റെ റബ്ബിന്റെ ഓരോ പ്രവർത്തനങ്ങൾക്ക് പിന്നിലും എന്നോടുള്ള കാരുണ്യമുണ്ട് എന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുടെ കുട്ടി രോഗം ബാധിച്ച് അത്യാസന്ന നിലയിൽ കിടക്കുക, മരിക്കുന്ന ഏതാണ്ട് ഉറപ്പായി. മകൾ പ്രവാചകന്റെ അടുത്തേക്ക് ഒരാളെ പറഞ്ഞയച്ചു. പാപ്പ ഒന്ന് വരി, കുട്ടി വല്ലാത്ത അവസ്ഥയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മകളുടെ അടുത്ത് പറഞ്ഞിട്ട് എന്താ പറഞ്ഞാലോ? മോളെ, അല്ലാഹു തന്നതാണ് ആ കുട്ടിയെ. ആ കുട്ടിയെ അല്ലാഹു തിരിച്ചെടുക്കും. അതിന്റെ പേരിൽ നീ വ്യാകുലപ്പെടണ്ട, നീ സങ്കടപ്പെടണ്ട, ക്ഷമിച്ചുകൊള്ളുക. അല്ലാഹു തന്നത് അല്ലാഹു തിരിച്ചെടുക്കും എപ്പോഴാണെങ്കിലും. അതിന്റെ പേരിൽ നീ തകർന്നു പോകണ്ട. സ്വന്തം മകളോട് ഈ രൂപത്തിലുള്ള ഒരു ആശ്വാസവചനം ആ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചത് ആ അല്ലാഹുവിനുള്ള കൃത്യമായ വിശ്വാസം. ഫൗർ ഗുഹയിൽ
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോ ഗുഹയുടെ മുന്നിൽ കൂടി ശത്രുക്കൾ തിളങ്ങുന്ന വാളുമായിട്ട് നടന്നു നീങ്ങുന്നത് അബൂബക്കർ സിദ്ദീഖ് ഗുഹയുടെ ഉള്ളിൽ നിന്ന് കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മനസ്സ് അസ്വസ്ഥമായിട്ടുണ്ട്, പേടി കൊണ്ട് വല്ലാത്തൊരവസ്ഥയിലെത്തിയിട്ടുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് യാതൊരു മനപ്രയാസവുമില്ലാതെ അബൂബക്കറിന്റെ മടിയിൽ കിടന്നിറങ്ങുക. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, റസൂലേ, നമ്മളെ കഥ കഴിഞ്ഞുട്ടോ, നമ്മളെ കഥ കഴിഞ്ഞു. നമ്മളെ പിടിക്കാൻ വേണ്ടി ഒരു നാട് മുഴുവനും അതാ ആയുധങ്ങളുമായിട്ട് കുന്നുകയറി വന്നിരിക്കുന്നു. നമ്മൾ രണ്ടാള് ഈ ഗുഹയുടെ ഉള്ളിൽ അവരൊന്ന് കുനിഞ്ഞു നോക്കിയാൽ, കുമ്പിട്ട് നോക്കിയാൽ നമ്മുടെ കഥ കഴിഞ്ഞില്ലേ റസൂലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കറിനെ ആശ്വസിപ്പിച്ച വചനങ്ങൾക്ക് ഓർമ്മല്ലേ? അബൂബക്കറെ, എന്തിനു പേടിക്കണം? നമ്മൾ രണ്ടാളല്ല, നമ്മുടെ കൂടെ മൂന്നാമനായിട്ട് ഒരാൾ കൂടിയുണ്ട്. പടച്ച റബ്ബുണ്ട് നമ്മുടെ കൂടെ. പിന്നെ എന്തിനു അബൂബക്കറെ പേടിക്കണം? അവൻ എല്ലാറ്റിനും കഴിവുള്ളവനല്ലേ. ഈ സമാധാനം നമ്മുടെ ഈ ഭൂമിയിലെ കാര്യങ്ങളൊക്കെ നമ്മളെ ബുദ്ധി കൊണ്ടാണ് നടക്കുന്നത്, നമ്മളെ കഴിവുകൊണ്ടാണ്, നമ്മൾ വണ്ടിപ്പാഞ്ഞിട്ടാണ് നടക്കുന്നത് എന്നൊരാൾ വിചാരിച്ചാലേ ഓന്റെ ജീവിതം കഷ്ടം തന്നെ. കാരണം പടച്ചോനെ, എന്റെ കുട്ടികൾ ചിറക് മുളച്ചിട്ടില്ല, എന്റെ പെണ്ണുങ്ങൾ പച്ചപ്പാവാണ്, ഈ സമയത്ത് എനിക്കെന്തേലും പറ്റിയാൽ എന്താ റബ്ബേ എന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്നാലോചിച്ചാലേ നമ്മൾ ശരിക്കും പെടും. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഗതിവിഗതികളും അതിന്റെ ജയപരാജയങ്ങളും നിശ്ചയിക്കുന്നത് പടച്ച റബ്ബാണ് എന്നും, അതിന്റെ ഇടക്ക് അള്ളാഹു എനിക്ക് തന്ന കഴിവ് കൊണ്ട് പരമാവധി പ്രയത്നിക്കുക മാത്രമാണ് എന്റെ ഉത്തരവാദിത്തമെന്നും, അതിന്റെ ജയപരാജയങ്ങൾ പടച്ച റബ്ബിന്റെ വിധിയാണ് എന്നും അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നല്ല ഒരുപാട് ആസൂത്രണം ചെയ്ത് ഏർപ്പാട് തുടങ്ങിയതാ. പക്ഷെ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി. തകരൂല നമ്മള്. എന്താ തകരാത്തത് അറിയോ? ഇത് പൊളിച്ചു കളഞ്ഞത് പടച്ചോനാണ് പൊളിച്ചത്. ആ പടച്ച റബ്ബിന്റെ ശത്രുവല്ല. ആ പടച്ച റബ്ബ് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കുന്നവനാണ്. ആ റബ്ബ് എനിക്ക് കോട്ടമുണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യൂല. നിങ്ങറിയില്ലേ, രോഗം വന്ന് ശരീരമൊക്കെ പുഴുത്ത് പൊട്ടി പുഴുവരിച്ച് നോക്കാനാളില്ലാതെ മലമൂത്ര വിസർജനങ്ങൾ കൊണ്ട് കുതിർന്ന വിരിപ്പിൽ കിടക്കുക, തിരിഞ്ഞോക്കാനാളില്ല. അത്ര ദുരന്തത്തിലെത്തുമ്പോഴും അല്ലാഹുവേ എന്നെ മരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. പടച്ചോനെ എന്നെ മരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. ആ ദുരന്തത്തിന്റെ കയത്തിൽ കിടന്ന് നിറകിക്കുമ്പോഴും എന്താ പ്രാർത്ഥിക്കേണ്ടത്? പടച്ചോനെ, ഇങ്ങനെ ഇടങ്ങേറായിട്ട് ഞാൻ ജീവിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഹൈറ് എനിക്കുണ്ടെങ്കിലേ പടച്ചോനെ ജിന്നെ ജീവിപ്പിച്ചോ, ഞാൻ സഹിച്ചോളാം. അല്ല, ഈ ദുരിതം പിടിച്ച ജീവിതം കുത്തിൽ ഇനിയും ജീവിക്കുന്നേക്കാൾ എനിക്ക് നല്ലത് മരണമാണെങ്കിൽ പടച്ചോനെ എന്നെ നീട്ടി വെക്കണ്ട, എന്നെ മരിപ്പിച്ചതാ എന്നാണ് ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടത് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോ ഇസ്ലാമും ഈമാനും ഈ ലോകത്ത് വാഗ്ദത്തം ചെയ്യുന്ന ആ സമാധാനം ഒരു സത്യവിശ്വാസിക്ക് കിട്ടാൻ ആദ്യമായി ആ സത്യവിശ്വാസിയിൽ ഉണ്ടാവേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി അവന്റെ റബ്ബിനെ കുറിച്ചുള്ള കൃത്യമായ അറിവും ആ റബ്ബിലുള്ള അടിയുറച്ച വിശ്വാസവുമാകുന്നു. മനുഷ്യന്റെ രക്ഷകൾക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി അള്ളാഹുവിനെ വിട്ട് അള്ളാഹുവിന്റെ മറ്റു സൃഷ്ടികളെ ആശ്രയിക്കുന്ന മനുഷ്യന്മാരെ കുറിച്ച് പറയുന്നിടത്ത് അതിനുള്ള കാരണം അല്ലാഹു തആല പറയുന്നുണ്ട്. എന്താ കാരണം അറിയോ? വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി, വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി. അല്ലാഹുവിനെ അവർ മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അവർ ഈ പോയത്തരം ചെയ്തത്, പൊട്ടത്തരം ചെയ്തത്. അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവരുടെ ഭാഗത്ത് ഈ അബദ്ധം സംഭവിക്കുമായിരുന്നില്ല. അപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, സമാധാനപൂർണമായ സ്വസ്ഥമായ ഒരു മനസ്സെനിക്കുണ്ടാവണം, എന്റെ ജീവിതം സമാധാനപൂർണമായ ജീവിതമാവണം എന്നാഗ്രഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഒന്നാമത്തെ മാർഗം
അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഇസ്ലാമിക് ചെയറിന്റെ കീഴില് ഒരു പുതിയ ക്ലാസ് തുടങ്ങുന്നുണ്ട് എന്നൊരു പരസ്യം പത്രത്തിൽ കണ്ടു. ക്ലാസിന്റെ വിഷയം ഇസ്ലാമിക് സൈക്കോളജിയാണ്. അധ്യാപകരെ ഉദ്ദേശിച്ചാണ് കോഴ്സ് ആരംഭിക്കണേ. അപ്പൊ ഇസ്ലാമിക് സൈക്കോളജി എന്ന് കേട്ടപ്പോ എന്താണ് ഇസ്ലാമിക് സൈക്കോളജി എന്ന് അറിയാൻ വേണ്ടി ഞാനും ആ കോഴ്സിലൊന്ന് പോയി ചേർന്ന്. അപ്പൊ ഇസ്ലാമിക് സൈക്കോളജിയിൽ ക്ലാസ് എടുക്കാൻ വന്ന ആദ്യത്തെ ആള് പറഞ്ഞ കാര്യം എന്താ അറിയോ? സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും അറിയോ? സൈക്കോളജി എന്ന് പറഞ്ഞാല് ഒരു സൈക്യാട്രിസ്റ്റ് ചെയ്യുന്നത് അവന്റെ തലച്ചോറിൽ എഴുതി വെച്ച ഫയലുകൾ അത് തിരിച്ചറിഞ്ഞിട്ട് ആ ഫയൽ കണ്ട് മാറ്റി വെച്ചാല് ആ മാറ്റിവെക്കുന്ന രൂപത്തിലാണ് പിന്നെ മനുഷ്യൻ പോവുക. അതായത് അവന്റെ മനസ്സിനെ ഡീകോഡ് ചെയ്യാൻ, അതിൽ എഴുതി വെച്ചത് മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ, മാറ്റാൻ കഴിഞ്ഞാൽ ആ മനുഷ്യനെ ഏത് തലത്തിലേക്കും കൊണ്ടുപോകാം. സൈക്കോളജിയുടെ ഒരു നിഗൂഢമായ ഭാഷയാണ്. അതിങ്ങനെ പറഞ്ഞു വന്നിട്ട് അദ്ദേഹം പറയണേ, ഈ ലോകത്ത് ഏറ്റവും വലിയ സൈക്യാട്രിസ്റ്റ് വിശുദ്ധ ഖുർആനിന്റെ കർത്താവായ പടച്ച റബ്ബാണ് അല്ലാഹ്. അയാൾ മുസ്ലിം അല്ല, വിശുദ്ധ ഖുർആനിന്റെ ഉടമസ്ഥനായ അല്ലാഹുവാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സൈക്യാട്രിസ്റ്റ് എന്ന് അദ്ദേഹത്തിന് തോന്നി. അവന്റെ അങ്ങനെ തോന്നിയത് ചോദിച്ചപ്പോ മൂപ്പര് പറയണേ, നമ്മളെ ഒരു ഗവൺമെന്റ് 5 കൊല്ലം മുമ്പ് മദ്യഷാപ്പുകളൊക്കെ അടച്ചുപൂട്ടി കള്ള് ഷാപ്പ് വേണ്ടാൻ തീരുമാനിച്ചു. പക്ഷേ ആ തീരുമാനത്തിന് ഒരു 5 കൊല്ലം പോലും നമ്മുടെ നാട്ടിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അധികാരമുണ്ട്, കോടതികളുണ്ട്, പോലീസുണ്ട്, എക്സൈസ് ഉണ്ട്, നടപ്പാക്കാൻ ആളുണ്ട്, ചോദ്യം ചെയ്യാൻ ആളുണ്ട്, ആ ഉത്തരവുകൾ സൂക്ഷിച്ചു വെക്കാൻ ഫയലുകളുണ്ട്, കോടതികളുണ്ട്, മീഡിയകളുണ്ട്, ഇലക്ട്രോണിക് സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും 5 കൊല്ലം മുമ്പ് ഒരു ഗവൺമെന്റ് നടപ്പാക്കിയ നിയമം പിറ്റത്തെ 5 കൊല്ലം കൊണ്ട് അത് തകിടം മറിയാ. അദ്ദേഹം പറയണേ, 1500 കൊല്ലം മുമ്പ് മക്കയിൽ വെച്ച് മൈക്കില്ലാതെ, സ്റ്റേജ് ഇല്ലാതെ, റെക്കോർഡിംഗ് ഇല്ലാതെ, സദസ്സില്ലാതെ, സ്വാഗതം പറയാൻ ആളില്ലാതെ, പത്രസമ്മേളനം ഇല്ലാതെ, മീഡിയകളില്ലാതെ ഒരു കല്ലുമ്മ കയറി നിന്ന് ഒരാൾ പറഞ്ഞു കള്ളു പാടില്ല. എന്നാ പറഞ്ഞാലോ 1500 കൊല്ലം. 1500 കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ചരിത്രത്തിലെ നീണ്ട കാലം. ആ പാറപ്പുറത്ത് കയറി നിന്ന് ഒരു മനുഷ്യൻ ഈ യാതൊരു സംവിധാനം ഇല്ലാതെ കള്ളു പാടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം 1500 കൊല്ലം കഴിഞ്ഞിട്ടും ആ നാട്ടില് ഒറ്റ കള്ളു ഷാപ്പില്ല. ഇവിടെ പോലീസും പട്ടാളവും എക്സൈസും കോടതിയും മാഫിയും നാട്ടുകാരും അധ്യാപകരും സംഘടനകളും മതസംഘടനകളും എല്ലാം പാടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവാക്കിയിട്ട് ഇക്കണ്ട കളിയൊക്കെ കളിച്ചിട്ട് ഒരൊറ്റ കള്ളുഷാപ്പ് പൂട്ടാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ ഒരു സംവിധാനം ഇല്ലാതെ, ഒരു കോടതിയുടെ നിയമത്തിന്റെ ശിക്ഷയുടെ ഒരു പിൻബലമില്ലാതെ, മൈക്കില്ലാതെ, ഒന്നുമില്ലാതെ മരുഭൂമിയിലെ വിജനതയിൽ പാറമ്മ കയറി നിന്ന് നിങ്ങൾ കള്ള് കുടിക്കരുതിട്ടോന്ന് ഒരൊറ്റ വർത്താനം പറഞ്ഞതിന്റെ പേരിൽ 1500 കൊല്ലം കഴിഞ്ഞു. ആ നാട്ടിൽ ഇപ്പോഴും കള്ളു സാപ്പില്ല. ആ മാറ്റത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഇത്രയൊക്കെ കഴിവുള്ള ആൾക്കാര് നമ്മുടെ നാട്ടില് മദ്യത്തിനെതിരെ എന്തൊക്കെ ചെയ്തിട്ടും ഒരൊറ്റ ഷാപ്പ് കൂട്ടിയോ? പിന്നെ എങ്ങനെ ഈ മനുഷ്യന് 1500 കൊല്ലമായി താൻ പറഞ്ഞ ഒരു വാക്കിന്റെ ഫലം ഈ ലോകത്ത് മാറ്റമില്ലാതെ, ഒരു പഞ്ചായത്തിലല്ലേ, ഒരു വാർഡിലല്ല, അറേബ്യ എന്ന വിശാലമായ ഒരു രാജ്യത്ത് 1500 കൊല്ലമായി ഒരു കള്ള് ഷാപ്പ് തുറക്കാത്തതിന്റെ കാരണമെന്ത് എന്ന ചോദ്യത്തിന് ഭൂമി കിട്ടാനിട്ടല്ല, കച്ചവടം നടത്താൻ ആളെ കിട്ടാനിട്ടല്ല, കുടിക്കുന്ന ആളെ കിട്ടായിട്ടല്ല, പണമില്ലാഞ്ഞിട്ടല്ല, പിന്നെന്ത്? അന്ന് ആ മനുഷ്യൻ പറഞ്ഞു എന്ന് ഒരാഴ്ച മുമ്പല്ല, ഒരു മാസം മുമ്പല്ല, ഒരു കൊല്ലം മുമ്പല്ല, ഒരു നൂറ്റാണ്ട് മുമ്പല്ല, ഒരു സഹസ്രാബ്ദം മുമ്പല്ല, 1500 കൊല്ലം മുമ്പ് പറഞ്ഞതാ. അത് പറഞ്ഞത് എഴുതി വെക്കാൻ പത്രക്കാരില്ലേ, അത് റെക്കോർഡ് ചെയ്യാൻ ചാനലുകളില്ലായിരുന്നു, അത് ഒന്നുകൂടി ജനങ്ങളെ കേൾപ്പിക്കാൻ സംവിധാനങ്ങളില്ല. എന്നിട്ടും 1500 കൊല്ലായി ആ പ്രവാചകന്റെ വാക്ക് ആ നാട്ടിൽ നിലനിൽക്കുക. മൂപ്പര് വേറെ കാര്യം കൂടി പറഞ്ഞേ. എന്താ പറഞ്ഞാലോ, ഈ ലോകത്ത് തുണിയെടുക്കാൻ ഏറ്റവും വെറുപ്പുള്ള ആൾക്കാരെടുത്ത് അറബികള്, തുണിയെടുക്കാൻ ഏറ്റവും മടിയുള്ള ആൾക്കാരെ ഒരു നഗ്നനായിക്കൊണ്ടായിരുന്നു അത്രേ കഅബയെ ചുറ്റിയിരുന്നത്.
ഇന്നത്തെ അവസ്ഥ എന്തായാലും അദ്ദേഹം പറയണേ, ഇന്ന് ലോകത്തിന്റെ കണക്കില് ആണും പെണ്ണും ഏറ്റവും കൂടുതൽ വസ്ത്രങ്ങൾ കൊണ്ട് ശരീരം മറക്കുന്നത് അറേബ്യയിലത്രേ. ഏറ്റവും കൂടുതൽ വസ്ത്രം കൊണ്ട് ശരീരത്തിന്റെ കൂടുതൽ ഭാഗം മറക്കുന്നത് ഈ അറേബ്യയിലാണ്. ആരാതിന്റെ പിന്നില്? ഈ പ്രവാചകന്റെ വാക്കാതിന്റെ പിന്നില്. വേറൊരു കാര്യം കൂടി മൂപ്പര് പറഞ്ഞപ്പോ നമ്മൾ മനസ്സിലായത് അല്ലേ, ആ പ്രവാചകൻ പറഞ്ഞു, വെള്ള വസ്ത്രമാണ് ഏറ്റവും നല്ല വസ്ത്രം. അരക്കാൻ കിണറില്ല, കുടിക്കാൻ കുളമില്ല, പുഴയില്ല, ഒന്നുമില്ല. ആ മണ്ണ് പിടിച്ച നാട്ടില് ആ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ വെള്ള വസ്ത്രം ധരിച്ചോളി, അതാണ് നല്ലത്. എന്നിട്ട് മൂപ്പര് പറയണേ, ഈ 33 കോടി പുഴയുള്ള നമ്മുടെ നാട്ടില് രാവിലെയും വൈകുന്നേരം തിരുമ്പി കുളിക്കണ നമ്മള്, ആ നാട്ടിലെ മനുഷ്യന്മാരെ വെളുത്ത കുപ്പായത്തിന്റെ മുമ്പിൽ നമ്മൾ പോയി നമ്മൾ മാനം കിട്ടുപോകും ഓരോ കുപ്പായത്തിന്റെ വെളുപ്പ് കണ്ടാല് അല്ലേ. ആ മാറ്റം 1500 കൊല്ലമായി നിലനിൽക്കത്തക്ക ഒരു മാറ്റം ഈ ഭൂമിയിൽ ഉണ്ടാക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെയാ കഴിഞ്ഞത്? അള്ളാഹുവിന്റെ പ്രവാചകന് വിദ്യാഭ്യാസ ഡിഗ്രികളുടെ പിൻബലമില്ലായിരുന്നു. പ്രവാചകന് അക്കാദമിക്കൽ യോഗ്യതകളില്ലായിരുന്നു. പ്രവാചകന് വലിയ പിൻബലമില്ലായിരുന്നു. തറവാടിന്റെ കുടുംബത്തിന്റെ ആളുകളുടെ പിൻബലമില്ലായിരുന്നു. ആടുകളെ വെച്ച് മക്കയുടെ മലഞ്ചെരുവിലൂടെ നടന്ന ആ പ്രവാചകനാണ് ഈ അത്ഭുതം ഉണ്ടാക്കിയത് ലോകത്തെ. ഇപ്പോഴും നിലനിൽക്കുന്ന അത്ഭുതം. പണ്ട് അങ്ങനെ ഒരു നാടുണ്ടായി എന്നല്ല പറയുന്നത്, ഇപ്പോഴും അങ്ങനത്തെ ഒരു നാടുണ്ട് എന്നാ പറയണേ. ആ മാറ്റം ആ പ്രവാചകൻ ഉണ്ടാക്കിയത് എങ്ങനെയാണ് നിങ്ങള്? അതാ പറഞ്ഞേ, അദ്ദേഹം പറഞ്ഞത് അവിടെയാണ് ഏറ്റവും വലിയ സൈക്കോളജി. മനുഷ്യന്റെ മനസ്സിലേക്ക് അവൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, അവൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത, അവൻ ഇതുവരെ തൊട്ടു നോക്കിയിട്ടില്ലാത്ത അല്ലാഹു എന്ന ഒരു ശക്തിയെ മനുഷ്യന്റെ മനസ്സിലേക്ക് പ്രതിഷ്ഠിച്ചു വെക്കാൻ ആ പ്രവാചകന് സാധിച്ചു. ആ അല്ലാഹു എന്ന ആ 3 അക്ഷരത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ മാറ്റങ്ങൾ അത്രയും ലോകത്തുണ്ടായത്. സത്യല്ലേ? ഞാൻ കള്ളു കുടിച്ചിട്ടില്ല, പടച്ചോനാണ്, ഞാൻ കള്ളു കുടിച്ചിട്ടില്ല. എന്റെ അയലോകത്ത് കള്ളു വാറ്റിന വീടുണ്ട്. എന്റെ സുഹൃത്തുക്കളെ കൂട്ടത്തിൽ കള്ളു കുടിക്കുന്നവരെ എനിക്കറിയാം, കള്ള് വാങ്ങിക്കൊണ്ടുവന്ന് വിൽക്കുന്നവരറിയാം, കള്ള് എത്തിച്ചു കൊടുക്കുന്ന ആൾക്കാരറിയാം, കള്ള് കിട്ടുന്ന സ്ഥലം എനിക്കറിയാം, അതിന് കൊടുക്കാൻ പൈസ എന്റെ കീശയിലുണ്ട്. ഞാൻ പോയിട്ടില്ലെങ്കിലും വാങ്ങി വീട്ടിലെത്തിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. കള്ളു കുടിച്ച് 2-3 ദിവസം മാറായിട്ട് ആരും അറിയാതെ കിടക്കാൻ പറ്റിയ സ്ഥലം വേണമെങ്കിൽ അതും എനിക്ക് കിട്ടും. പിന്നെ എന്താ ഇപ്പൊ ഞാൻ കള്ളു കുടിക്കാത്ത? ഒറ്റ കാരണമല്ലുള്ളൂ, ഈ അള്ളാഹു കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന ഒറ്റ കാരണം കൊണ്ടല്ല സുഹൃത്തെ നമ്മൾ കള്ളു കുടിക്കാത്തത്. നമ്മൾ കേട്ടത് പറയണേ, നമ്മൾ കേട്ടിട്ടില്ല. അത് ഇന്നലെ അങ്ങാടിന്ന് പറഞ്ഞിരിക്കണോലോ, ഇന്നലത്തെ പേപ്പറിലുണ്ടോലോ, ഇന്നലത്തെ വാർത്തയിലുണ്ടോലോ? അല്ലല്ലോ. 1500 കൊല്ലം മുമ്പ് അറേബ്യയുടെ ഊഷരമായ മരുഭൂമിയിൽ നിന്ന് ആ പ്രവാചകൻ പറഞ്ഞു അത്രേ, അല്ലാഹു പറഞ്ഞിട്ടുണ്ട് മദ്യം വർജിക്കണമെന്ന്. അല്ലേ? ഈ വിശ്വാസം, അല്ലാഹുവിലുള്ള അടിയുറച്ച അചഞ്ചലമായ വിശ്വാസം, അത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറ്റിവെക്കാൻ നമുക്ക് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രപഞ്ചത്തിൽ നമ്മളെ ബാധിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അത് നമ്മളെ അസ്വസ്ഥമാക്കുന്നില്ല. അതിന്റെ പിന്നിൽ പടച്ച റബ്ബാണ്. ആ റബ്ബിനോട് പകയില്ല, ആ റബ്ബിനോട് വൈരാഗ്യമില്ല, ആ റബ്ബിനോട് വെറുപ്പില്ല. ആ റബ്ബിനെ സ്നേഹിക്കുന്നവനാണ്. എനിക്ക് ദോഷകരമായി ആ റബ്ബൊന്നും ചെയ്യുകയില്ല. അല്ലേ? ഈ വിശ്വാസം നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. നമ്മളൊക്കെ സാധാരണ ചുമരുമ്പലും വാഹനത്തിന്റെ മുമ്പിലൊക്കെ മനോഹരമായിട്ട് ബോർഡ് വെക്കാറില്ലേ, തവക്കൽതു അലല്ലാഹ്. എന്താ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാല്? അത് ചൊറുക്കിന് പറയുന്ന മുദ്രാവാക്യമല്ല. തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ, പടച്ചോനെ ഞാൻ ഇന്നെ കൊണ്ടാവുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ടോ, പക്ഷെ ഈ കാര്യങ്ങളുടെ അവസാനം നിന്നെയാണ് റബ്ബേ ഞാൻ ഏൽപ്പിക്കുന്നത്. അതാണ് തവക്കൽതു അലല്ലാഹ്. അല്ല, നിങ്ങൾ ആലോചിക്കണോ, ഈ ജീവിതത്തിൽ നമുക്ക് കിട്ടിയതൊക്കെ നമ്മളെ കഴിവോട് കിട്ടിയതാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? നമ്മളെക്കാട്ടിലും കഴിവ്. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തെ 1ാം റാങ്കും 2ാം റാങ്കും 2 കുട്ടിയൊക്കെ, 3ാം റാങ്കിന് വേണ്ടി ഞങ്ങൾ പൊരിഞ്ഞ പോരാട്ടേക്കാണ്.
റാങ്കാണ്. 1ാം റാങ്കിൽ 49 കിട്ടും, 2ാം റാങ്കിൽ 48 കിട്ടും. അത് രണ്ടും ഞങ്ങൾ മെയിൻ ചെയ്യലല്ല, അത് 2 കുട്ടികളുള്ളതാ, അത് ഓർക്കേ കിട്ടുള്ളൂ. 3ാം റാങ്ക് 35 ആ 35-ന് വേണ്ടി പൊലിഞ്ഞ പോരാട്ടം നമുക്ക് ക്ലാസ്സിൽ. എന്നിട്ട് എന്താ ഉണ്ടായത്? നിങ്ങള് 1ാം റാങ്കാരൻ ടൈലറാണ് ഞങ്ങളുടെ നാട്ടിലെ, 2ാം റാങ്കാരൻ അതിന്റെ ഇടക്ക് മരിച്ചു പോവുകയും ചെയ്ത്. അങ്ങനെ നമ്മളെക്കാളും റാങ്ക് ഉണ്ടായിരുന്ന കുറെ ആൾക്കാർ ഓരിപ്പോ എവിടേക്കോ ആണല്ലോ, എവിടെ നമുക്കറിയില്ല. റാങ്ക് പട്ടികയിൽ ഉൾപ്പെടാത്ത നമ്മളിപ്പോ ജീവിതത്തിൽ കുഴപ്പമില്ലാത്ത നിലക്ക് ജീവിച്ചു വരിക അല്ലേ? അതാണ് നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങള് നമ്മുടെ കഴിവ് കൊണ്ട് കിട്ടിയതല്ല. നല്ല 4ാം ക്ലാസ് പോലും പഠിച്ചിട്ടില്ലാത്ത വലിയ വലിയ പൈസക്കാരായ ആചാര്യന്മാര് ഓരോ കണക്ക് കൂട്ടുന്ന ആചാര്യങ്ങള് MBA കഴിഞ്ഞ ആള്. മൂപ്പര് ഈ ആചാര്യൊക്കെ ശമ്പളം വാങ്ങാൻ 30-ാം തീയതി. ആചാരം എന്താ പഠിച്ച? ആചാരം ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷെ ശമ്പളം വാങ്ങണോ MBA കഴിഞ്ഞോനാ. ഓൻ ആചാര്യ കയ്യിൽ നിങ്ങൾ തുപ്പരം കൂട്ടി എന്നെ നോട്ടം വാങ്ങിപ്പോണേ. കാരണം അങ്ങനെയാണ്. ആചാര്യൻ പഠിച്ചിട്ടാവും പൈസക്കാരനായത് അല്ല, അത് പഠിച്ചോ കൊടുക്കണം. അള്ളാഹു നമുക്കൊക്കെ ഒരു കഴിവ് തന്നിക്കുക. എല്ലാവരുടെ കഴിവ് ഓരോരല്ല. ചില ആൾക്കാർക്ക് നല്ല കഴിവ്, ചില ആൾക്കാർക്ക് മോശം കഴിവ്. പക്ഷേ ഈ കഴിവിന്റെ ഏറ്റക്കുറച്ചിലുകൾ അവന്റെ ജീവിതത്തിനെ ബാധിക്കുന്നില്ല. അങ്ങനല്ലേ? എല്ലാത്തിനും A+ കുട്ടികളാ ജീവിതത്തിൽ സുഖമായിട്ട് ജീവിക്കണേ. നമുക്കറിയില്ല, നമ്മളൊക്കെ പഠിച്ച കാലം താനി മണ്ടന്മാര് 3-4 നമ്മളൊക്കെ കോളേജിൽ ശല്യം കൊണ്ട് അധ്യാപകം പുറത്താക്കി ഇതൊക്കെ ഗതി പിടിച്ചുകൂടാന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഈ ജിദ്ദയിലുണ്ട്. എത്ര സ്വസ്ഥമായിട്ട് ജീവിക്കുന്നവർ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോ നമ്മൾ ചെയ്യുക, പടച്ചവന് കഴിവ് തീർക്കണേ. അതുകൊണ്ട് നമ്മളെ കൊണ്ട് കൈപ്പിടില്ലേ. പിന്നെ മറിയം ബീവി ആവാണല്ലേ, ഒരു നാട്ടിലെ എല്ലാവർക്കും വേണ്ടപ്പെട്ടവളായിട്ട് ഏറ്റവും ആളുകളുടെ മനസ്സിന്റെ ഉള്ളിൽ ജീവിക്കുന്ന ഒരു നിഷ്കളങ്കയായ പെൺകുട്ടി. പള്ളിയിലാണ് 6 ചെല്ലുമ്പോൾ ഈ പെൺകുട്ടിക്ക് സലാം പറയാതെ പള്ളിക്കാർ കാര്യമില്ല. അങ്ങനത്തെ ഒരു പൂ പോലത്തെ പെൺകുട്ടി. ആ പെൺകുട്ടി ഒരു ദിവസം ഗർഭിണിയാക്കുക. പെൺകുട്ടി വീണ് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഓളെ കണ്ണും പോലും പല്ല് പൊട്ടിയാണ് ഗർഭിണിയാക്കുക. ഓക്കെ, ഗർഭിണിയായി. അത് തെറ്റുപറ്റിയതാണ്, ഇന്ത്യക്ക് തെറ്റുപറ്റി, ഇന്ന ആളാണ് ഗർഭത്തിന്റെ ഉത്തരവാദി എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ പിന്നെയും പിടിച്ചിക്കാം. അത് തെറ്റുന്നല്ലോ. അത് ആരാണ് ഈ ഗർഭത്തിന് ഉത്തരവാദി? അതൊരു മലക്കാണ്. ആൾക്കാരെ കണ്ടടി ഇത്ര കാലം എന്നെ നോക്കിയിട്ട് ഈ കൊലച്ചത് ചെയ്തില്ലേ, അവസാനം ഗർഭിണിയായിട്ട് ആരാണ് ആ പേരും കൂടി ഒന്ന് പറയാം എനിക്ക് തയ്യാറില്ലത്. ഇത് മലക്കാണ് ഞങ്ങളെ പറ്റിക്കുക. എന്താ പിന്നെ ആ പെൺകുട്ടി കാട്ടുക? ആ പെൺകുട്ടിയുടെ നിസ്സഹായാവസ്ഥ നോക്കുകയാണെങ്കിൽ. എന്നിട്ട് ആ പെൺകുട്ടി ഇങ്ങനെ പോവുക, പടച്ചോനെ ഇങ്ങനെ മരിപ്പിച്ചെങ്കിറപ്പേ, ഇങ്ങനെ ഒരു പെണ്ണ് ഈ ലോകത്ത് ജീവിച്ചിട്ടല്ല ഒരു മനുഷ്യനും ഓർമ്മയില്ലാത്ത വിധം ഇങ്ങനെ മരിപ്പിക്കറപ്പേ. നീ കുന്തു നസിയം മൻസിയാ അല്ലേ പ്രാർത്ഥിച്ചു. അപ്പൊ അള്ളാഹു പറഞ്ഞു, മറിയമേ എന്റെ കാര്യം ഞാനാ ഏറ്റെടുത്തേ, ബേജാറാണ്ട, പോയിക്കോ. ആ തോടിന്റെ പക്കത്തെ ഒരു ഈത്തപ്പന മരണ്ട്, അതിന്റെ ചോട്ട് പോയി ഇരുന്നോ, തോട്ടുന്ന് വെള്ളം കുടിച്ചോ. എന്നിട്ട് വിശക്കുമ്പോഴേ ആ ഈത്തപ്പന മരം പിടിച്ച് കുലുക്കിക്കളാ. നിനക്ക് ഞാൻ അതിന്റെ മേലൊന്ന് ഫ്രഷ് ആയിട്ടുള്ള ഈത്തപ്പഴങ്ങൾ ചാടിച്ചു തരാം. നിങ്ങൾ ഈത്തപ്പന കണ്ട ആൾക്കാരല്ലേ? ഒരു പെണ്ണ് കുലിക്കുക, ഈത്തപ്പന കുലുങ്ങോ കൂടെ. ഒരാന കുലിക്കുക, കുലുങ്ങോ ഈത്തപ്പന. ഒരു ഗർഭിണിയായ 10 മാസം ഗർഭിണിയായി പ്രസവിക്കാൻ പെണ്ണ് ഈത്തപ്പന കുലിക്കാൽ കുലുക്കണ ഓരോ കുലുങ്ങുക എന്നല്ലാതെ ഈത്തപ്പന കുലുങ്ങോ? ചള്ള പറയാ കുലുക്ക്. അത് കുലുക്കുമ്പോ അതിന്റെ മേലെന്ന് ഞാൻ നിനക്ക് പഴം വീഴ്ത്തി തരാൻ കുലുക്കാനാ പറഞ്ഞേ. ആ പണി നമ്മളെ കുലുക്കിക്കോളി, കുട്ടികളെ നോക്കിക്കോളി. ആ കുട്ടി സ്വാലിഹായ കുട്ടിയാകണോ? അത് ഞാനറിയില്ല. ആ കുട്ടി തലയിന്റെ കുട്ടിയായിക്കണോ? അത് ഞാനാ അങ്ങനെ ആക്കിയത്. നിങ്ങൾ പഠിച്ചോളി, പരീക്ഷയ്ക്ക് ജയിച്ചോ ഞാനാ ജയിപ്പിച്ച്, തോറ്റോ ഞാനാ തോൽപ്പിച്ച്. കച്ചവടം നല്ല ബുദ്ധിപൂർവ്വം തുടങ്ങിക്കോളി. പൊളിഞ്ഞോ ഞാനാ പൊളിച്ചത്, കഴിച്ചിലായോ ഞാനാ കഴിച്ചിലാക്കിയത്. എത്ര സുഖണ്ട് ജീവിതത്തിലല്ലേ അല്ലേ? എത്ര സുഖണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുകയാണ്, പഠിച്ചോനെ എന്റെ കർമ്മങ്ങളുടെ പര്യവസാനം എന്നെ നീ ഏൽപ്പിക്കരുത് റബ്ബേ. ഞാൻ നിങ്ങളൊരു പണി, നല്ല ടെൻഷൻ പിടിച്ചൊരു പണി, നല്ല നല്ല സങ്കീർണമായ ഒരു പണി ഏൽപ്പിച്ചു. നിങ്ങൾ ഇങ്ങനെ തല പിരിയാമെന്ന് പറഞ്ഞേ, നിങ്ങളെ കൊണ്ട് ചെയ്ത് പോയിക്കോളി, ബാക്കിയെ ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞാൽ എന്തൊരു സമാധാനം ഉണ്ടാകുക. പഠിച്ചോ പറഞ്ഞാലാ നിങ്ങൾക്ക് ഞാൻ തന്ന കഴിവുകൊണ്ട് നിങ്ങൾ ചെയ്തോളി, ബാക്കി ഞാൻ ശരിയാക്കി തരാം. പക്ഷെ അത് നിങ്ങൾ ഇന്നെ ഏൽപ്പിക്കണം, നിങ്ങൾ ഇന്നെ ഏൽപ്പിക്കണം, പഠിച്ചോടെ ഏൽപ്പിക്കണം. ഒരിക്കലും മരിക്കാത്ത ജീവിച്ചിരിക്കുന്ന അല്ലാഹുവിൽ നീ ഏൽപ്പിക്ക്. ശരിക്ക് അള്ളാഹനെ ഏൽപ്പിക്കേണ്ട വിധം ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ അള്ളാഹു നിന്റെ മുമ്പിൽ വഴികൾ ഉണ്ടാക്കി തരും, വഴികൾ ഉണ്ടാക്കി തരും. പക്ഷികൾക്ക് അന്നം കൊടുക്കുന്നത് പോലെ അള്ളാഹു നിനക്ക് അന്നം തരും അല്ലേ?
നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്. 7:25 അപ്പോൾ ഞാൻ അവസാനിപ്പിക്കും മുമ്പ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ മനസ്സമാധാനം കിട്ടാൻ കുറെ മാർഗമുണ്ട്. ഒന്ന് ഉറച്ച വിശ്വാസം, 2 നിസ്കാരാണ്, ഖുർആനാണ്, പ്രവാചകനാണ്, അങ്ങനെ പോണ്ട്. ഞാൻ ആ കൊല്ലമ്പാടെ പറയാൻ സമയമല്ല, മറ്റെപ്പോഴെങ്കിലും പറയാം. ഇപ്പൊ എനിക്കോട് പറയാനുള്ളത്, ശരിക്കും വിശ്വസിക്കുക, എനിക്കൊരു റബ്ബുണ്ട്. ആ റബ്ബ് സ്നേഹനിധിയായ റബ്ബാണ്. എന്നെ കഷ്ടപ്പെടുത്തിയിട്ട് ഞാനിങ്ങനെ നരകയാതന അനുഭവിക്കുന്നത് കണ്ട് സന്തോഷിക്കുന്ന ക്രൂരനായ ഒരു റബ്ബല്ല എന്റെ റബ്ബ്. സ്നേഹനിധിയായ റബ്ബാണ് ആ റബ്ബ്. അവൻ എന്നെ കൈവിടൂല, അവൻ എന്നെ കഷ്ടപ്പെടുത്തൂല എന്ന ബോധം നമ്മുടെ മനസ്സിൽ ശരിക്കും ഉണ്ടാകുക. എന്ത് ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ അത് അള്ളാഹുവിൽ നിന്നാണ് സംഭവിക്കുന്നത്. അള്ളാഹ് അറിയാത്ത ഒന്നും എനിക്ക് വരൂല, അള്ളാഹ് അറിയാത്ത ഒന്നും എനിക്ക് പറ്റൂല, അള്ളാഹ് അറിയാതെ ഒന്നും എനിക്ക് സംഭവിക്കൂല എന്ന ഉറച്ച വിശ്വാസം ജീവിതത്തിൽ ഉണ്ടാവുക. സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ വരുമ്പോ ഇതൊക്കെ എന്റെ റബ്ബ് തന്നതാണ് അല്ലെ. അള്ളാഹുവിന്റെ റസൂല് 6-7 മക്കളുണ്ടായിട്ട് 6 മക്കളും മരിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂല് പിന്നെയും ചിരിച്ചുകൊണ്ട് ജീവിച്ചില്ലേ അല്ലേ? ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ മടങ്ങി പോകണം. വിശ്വാസത്തിന് ദൃഢത കൊടുക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിൽ തവക്കുലാക്കുക, ശിർക്കിൽ നിന്ന് വിട്ടുനിൽക്കുക, 5 നേരം നിസ്കരിക്കുക. ഇതൊക്കെ മനസ്സമാധാനത്തിന്റെ വാതിലുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനത്തോടു കൂടി ജീവിക്കുന്ന വിശ്വാസികളാവാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. ഏത് ദുരിതത്തിലും ദുരന്തത്തിലും മനസ്സ് തകർന്ന് ജീവിതം നിരാശയുടെ പടുകുഴിയിലേക്ക് വലിച്ചെറിയുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. അള്ളാഹുവേ, താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ ഞങ്ങൾക്ക് നീ ഏർപ്പെടുത്തരുത് റബ്ബേ. അള്ളാഹുവേ, നീ ഏൽപ്പിക്കുന്ന ഏതൊരു പരീക്ഷയിലും വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ട് അതിജയിക്കാൻ നീ ഞങ്ങൾക്ക് കരുത്തു നൽകണമേ റബ്ബേ. അള്ളാഹുവേ, നല്ല വിശ്വാസത്തോടെ ഏത് പ്രതിസന്ധിയെയും നേരിട്ട് വിശ്വാസം കൈമോശം വരാതെ മുഅ്മിനായി മരിക്കുവാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.